ഇന്ന് നല്ല മുളകിൽ തന്നെ വെച്ചിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാട്ടോ. ഇതിനു മുമ്പ് തക്കാളിയും തേങ്ങാപ്പാലിലൊക്കെ കൂടി ചേർത്തിട്ട് വെച്ചിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊന്ന് മുളകിൽ തന്നെ നമ്മുടെ കോട്ടയം സ്റ്റൈലിലൊരു മീൻകറി ആവാമെന്ന്. അപ്പോൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ, അതും കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, ഞാൻ കാശ്മീരി എടുക്കുന്നുണ്ട് കേട്ടോ, അത് ഒരു 2.5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാട്ടോ മിക്സ് ചെയ്യണേ. എന്നിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് കുറുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് കുറച്ച് കറി തിക്കായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുടംപുളിയാണ് കേട്ടോ, ഒരു 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചാണ്, അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കഷ്ണം മീനുകളെല്ലാം കൂടി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ മീൻകറിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുറച്ച് കാശ്മീരിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല, അപ്പം കറിക്ക് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടി തീരെ എരിവില്ലാത്ത പൊടിയായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താൽ കേട്ടോ. പിന്നെ ഞാൻ ഇതാ വീണ്ടും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറി റെഡിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.